വെറും 3 വാക്കുകൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷൂ കമ്പനിയെ ഒരു ഗ്ലോബൽ ജയന്റ് ആക്കി മാറ്റിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഷൂ കമ്പനിയെ ഗ്ലോബൽ ജയന്റ് ആക്കുന്നതിനപ്പുറത്തേക്ക് സ്പോർട്സ് മാർക്കറ്റിങ്ങിനെ തന്നെ ഈ 3 വാക്കുകൾ എന്നേക്കുമായി മാറ്റിമറിച്ചെന്ന് പറഞ്ഞാലോ? ഞാൻ ഈ പറഞ്ഞു വരുന്നത് നൈക്കിയുടെ ലെജൻഡറി ആയിട്ടുള്ള ജസ്റ്റ് ഡു ഇറ്റ് എന്ന ക്യാമ്പയിനെ പറ്റിയിട്ടാണ്. ഹലോ, മൈ നെയിം ഇസ് അഖിൽ ആൻഡ് വെൽക്കം ടു ദ ട്രൈബ്. നമുക്കറിയാം, ഇന്ന് നൈക്കി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്പോർട്സ് ബ്രാൻഡാണ്. 2023 ഏതാണ്ട് $50 ബില്യൺ റവന്യൂ ആണ് അവർ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഏതാണ്ട് 170 രാജ്യങ്ങളിൽ അവരുടെ സാന്നിധ്യമുണ്ട്. പക്ഷെ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല. 1980കളിൽ കമ്പനി ഹെവി കോമ്പറ്റീഷൻ ഫേസ് ചെയ്ത് നന്നായി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് 3 വാക്കുകൾക്ക് അവരുടെ ദിശ മാറ്റിമറിക്കാൻ സാധിച്ചത്? ഇന്ന് നമുക്ക് ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുന്ന ക്യാമ്പയിനെ പറ്റി ഒന്ന് പഠിക്കാം. എങ്ങനെയാണ് ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുന്ന സ്ലോഗനിലേക്ക് നൈക്കി എത്തിയത്? അതിനുശേഷം ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിനായി അവരെങ്ങനെയാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്തത്? ആൻഡ് എപ്പോഴത്തെയും പോലെ ബിസിനസ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരെന്നുള്ള രീതിയിൽ നൈക്കിയുടെ ഈ ക്യാമ്പയിനിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിക്കുക എന്തൊക്കെയാണ്? ഞാൻ വിശ്വസിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്കും നൈക്കി എന്ന ബിസിനസിന്റെ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിനെ നന്നായി പഠിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാർക്കറ്റിംഗിന്റെ ചില കീ ലെസൺസ് മനസ്സിലാവുകയും എപ്പോഴെങ്കിലുമൊക്കെ അത് യൂസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഡു ഇറ്റ് എന്ന ക്യാമ്പയിന് മുമ്പുള്ള നൈക്കിയുടെ അവസ്ഥ അത്ര നല്ലതായിരുന്നില്ല. അവർക്ക് റീബോക്കിൽ നിന്നും ഹെവി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഫേസ് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു 1980കൾ. ഇതിനൊരു കാരണവും ഉണ്ടായിരുന്നു. 1980കളിൽ അമേരിക്കയില് എയറോബിക്സിനും ഫിറ്റ്നസിനുമായി സാധാരണക്കാർക്കിടയിൽ ഒരു ട്രെൻഡ് ഉയർന്നു വന്നു. ആ സമയത്ത് നൈക്കി എന്ന് പറയുന്നത് പ്രൊഫഷണൽ അത്ലീറ്റ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് പ്രൊഡക്ട്സ് ഇറക്കിക്കൊണ്ടിരുന്ന ഒരു ബ്രാൻഡായിരുന്നു. ഈ പ്രൊഫഷണൽ അത്ലീറ്റ്സിനെ മാത്രം ഉദ്ദേശിച്ച് ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ഇറക്കുമ്പോഴത്തേക്കും പ്രൈസും അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ റീബോക്ക് സാധാരണക്കാർക്കിടയിലെ ഈ ട്രെൻഡ് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി പ്രൊഡക്ട്സ് ഇറക്കുകയും ചെയ്തു. ഈ സംയോജിതമായ തീരുമാനം കാരണം റീബോക്കിന് മാർക്കറ്റ് ഷെയറിന്റെ വലിയൊരു ഭാഗം പിടിച്ചെടുക്കാനും സാധാരണക്കാർക്കിടയിൽ ഒരു ഇഷ്ട ബ്രാൻഡായി മാറാനും സാധിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നൈക്കിക്ക് മാർക്കറ്റിലേക്ക് തിരിച്ചു വരാനായി, സാധാരണക്കാരനുമായി കണക്ട് ചെയ്യാനായിട്ട് ഒരു തുറുപ്പ് ചീട്ടിന്റെ ആവശ്യമായിരുന്നു. സാധാരണക്കാർക്കും പ്രൊഫഷണൽ അത്ലീറ്റ്സിനും ഒരുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജ്. അപ്പൊ ഈ ഒരു ആവശ്യം നൈക്കിയുടെ മാർക്കറ്റിംഗ് ഏജൻസിയായ വൈഡൻ ആൻഡ് കെന്നഡിയോട് നൈക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അവര് ബ്രെയിൻ സ്റ്റോമിംഗ് ആരംഭിക്കുകയാണ്. ഈ ക്യാമ്പയിന് വേണ്ടിയുള്ള ഐഡിയക്കായി അവർ പല സ്ഥലങ്ങളിൽ തിരയുന്നു. അവസാനം ഈ ഒരു ക്യാമ്പയിന്റെ ഐഡിയ അവർക്ക് ലഭിക്കുന്നത് വളരെ അൺയൂഷ്വലായ, വളരെ അസാധാരണമായ ഒരു സ്ഥലത്തു നിന്നാണ്. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഗാരി ഗിൽമോർ എന്ന കൊലയാളിയുടെ അവസാന വാക്കുകൾ ലെറ്റ്സ് ഡു ഇറ്റ്, നമുക്കിത് ചെയ്യാം എന്നായിരുന്നു. നൈക്കിയുടെ മാർക്കറ്റിംഗ് ഏജൻസിയുടെ കോഫൗണ്ടറായ ഡാൻ വൈഡൻ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഐഡിയ വരികയാണ്. ഈ ലെറ്റ്സ് ഡു ഇറ്റ് എന്നുള്ളത് മാറ്റി ജസ്റ്റ് ഡു ഇറ്റ് ഒന്ന് ആക്കി നോക്കാമെന്ന്. ഈ 3 വാക്കുകൾ വളരെയധികം പവർ ഹോൾഡ് ചെയ്തിരുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചു. സ്പോർട്സിലും ജീവിതത്തിലും ഒരുപോലെ ആവശ്യമായ ഡിറ്റർമിനേഷനും വാശിയും വീറും ഒക്കെ ഉണർത്തുന്ന 3 വാക്കുകൾ, ജസ്റ്റ് ഡു ഇറ്റ്. ഇത് നൈക്കിയോട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നൈക്കി ഈ ക്യാമ്പയിനുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷെ നൈക്കിക്ക് അറിയാമായിരുന്നു, വെറുതെ ഒരു സ്ലോഗൻ കൊണ്ടുവച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് ആൾക്കാർക്ക് കണക്ട് ആവുന്ന രീതിയിൽ, ആൾക്കാർക്ക് എൻഗേജ് ആവുന്ന രീതിയിൽ ഒരു ക്യാമ്പയിനായി തന്നെ ചെയ്യണമെന്ന്. അപ്പൊ എങ്ങനെയാണ് ഒരു എഫക്റ്റീവായ മാർക്കറ്റിംഗ് ക്യാമ്പയിനായി നൈക്കി ജസ്റ്റ് ഡു ഇറ്റിനെ എക്സിക്യൂട്ട് ചെയ്തത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഇത് എഫക്റ്റീവായി എക്സിക്യൂട്ട് ചെയ്യാൻ അവർ 2 വെർട്ടിക്കലുകളിലായി ആഡുകൾ ക്രിയേറ്റ് ചെയ്തു. ആദ്യത്തെ വെർട്ടിക്കൽ എന്ന് പറയുന്നത് സാധാരണക്കാരെ വെച്ചിട്ടുള്ള ആഡുകളായിരുന്നു. രണ്ടാമത്തെ വെർട്ടിക്കൽ എന്ന് പറയുന്നത് മൈക്കിൾ ജോർഡനെ പോലെയുള്ള താരങ്ങളെ വെച്ചിട്ടുള്ള ആഡുകൾ. ഈ ക്യാമ്പയിന്റെ ആദ്യ ആഡുകളിൽ മിക്കതും സാധാരണക്കാരെ വെച്ചിട്ടുള്ള ആഡുകളായിരുന്നു. 1988 ആദ്യത്തെ ആഡില് നമുക്ക് കാണാൻ സാധിക്കുക 80 വയസ്സുള്ള വാൾട്ട് സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ഓട്ടക്കാരനെയാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് 17 മൈൽ ഓടാൻ പോകുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനെ. ആൻഡ് ഇത് ആൾക്കാർക്ക് വല്ലാത്ത ഇൻസ്പിറേഷണലായി തോന്നി. കാരണം അവരിൽ ഒരാൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കും ഇത് ചെയ്തുകൂടാ എന്നുള്ളൊരു ഫീലിംഗ് ഈ ആഡിന് സാധാരണക്കാർക്കുള്ളിൽ ഉണർത്താനായി സാധിച്ചു. ആൻഡ് ഈ ഒരു ആഡിന്റെ മെസ്സേജ് വളരെ സിമ്പിൾ ആയിരുന്നു. ഒരു കാര്യം ചെയ്യാനായി നിങ്ങൾ ഒരു പ്രൊഫഷണൽ അത്ലീറ്റ് ആവണമെന്നില്ല, ജസ്റ്റ് ഡു ഇറ്റ്. ആൻഡ് ഇതൊക്കെ ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാനായിട്ടാണ് ആൾക്കാർ വളരെയധികം ഇഷ്ടപ്പെടുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന ടോപ്പ് അത്ലീറ്റ്സിനെയും
മറ്റ് താരങ്ങളെയും കൊണ്ടുവന്ന് അവർ മറ്റ് ആഡുകളും ചെയ്തത്. നൈക്കിയുടെ ആഡുകൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുന്ന ക്യാമ്പയിന്റെ ആഡുകൾ നോക്കുകയാണെങ്കിൽ അത് വളരെ മിനിമലിസ്റ്റ് ആണ് എന്ന് നമുക്ക് കാണാനായി സാധിക്കും. അതിലൊക്കെ പ്രധാനമായും ഒരു ഫോർമാറ്റ് തന്നെയാണ് കാണുകയും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരാൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതായിരിക്കും ഈ ആഡുകളുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അവസാനം ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുന്ന 3 വാചകങ്ങളും. പക്ഷേ ഈ സിമ്പിൾ ആഡുകൾക്ക് ആൾക്കാരെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യാനായി സാധിച്ചു, അവരെ ഇൻസ്പയർ ചെയ്യാനായി സാധിച്ചു, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായി, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനായി ഈ ആഡുകൾ അവരെ പ്രേരിപ്പിച്ചു. ആൻഡ് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നൈക്കി എന്ന ബ്രാൻഡുമായി ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ആവുകയും ചെയ്തു. ഇനി നമുക്ക് കുറച്ച് നമ്പേഴ്സിലേക്ക് നോക്കിയാലോ. ഈ ക്യാമ്പയിന് മുമ്പ്, അതായത് 1987 കണക്കുകൾ നോക്കുകയാണെങ്കിൽ നൈക്കിയുടെ റവന്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് $877 മില്യൺ ആയിരുന്നെങ്കിൽ ഒരു ദശാബ്ദത്തിനിപ്പുറം 1998 അത് $9.2 ബില്യൺ ഉയരുകയുണ്ടായി. എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രൂപയുടെ ഇന്നത്തെ മൂല്യം വെച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 73,000 കോടി രൂപയിൽ നിന്നും ഏതാണ്ട് 7,70,000 കോടി രൂപയിലേക്കാണ് അവരുടെ റവന്യൂ കുതിച്ചുയർന്നത്. ഈ ഒരു വളർച്ച ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഈ ക്യാമ്പയിന് ഈ വളർച്ചയ്ക്കൊക്കെ ഒരു വലിയ പങ്കുണ്ട് എന്ന് ഫിൽ നൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിന്റെ ജീനിയസ് എന്ന് പറയുന്നത് ഇതിൽ ഒരു ആഡിൽ പോലും അവരവരുടെ പ്രൊഡക്റ്റിനെയോ അതിന്റെ ഫീച്ചേഴ്സിനെയോ സെല്ല് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർ സെല്ല് ചെയ്യാൻ ശ്രമിച്ചത് ഒരു മൈൻഡ് സെറ്റ് ആണ്, ജസ്റ്റ് ഡു ഇറ്റ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്, ചലഞ്ചുകളെ ഓവർകം ചെയ്യാൻ ഉള്ള ഒരു മൈൻഡ് സെറ്റ്. അപ്പൊ ഇവർ ചെയ്തത് പ്രൊഡക്റ്റ് സെൻട്രിക് മാർക്കറ്റിംഗ് അല്ല, പകരം ഇമോഷണൽ ബ്രാൻഡിംഗ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായി ബിസിനസ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ, ബിസിനസ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ എന്നുള്ള രീതിയിൽ നൈക്കിയുടെ ഈ ക്യാമ്പയിനിൽ നിന്നും നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ സാധിക്കുക എന്ന് നോക്കിയാലോ. അതിൽ ആദ്യത്തേത് ബിൽഡ് എ ഗ്രേറ്റ് ബ്രാൻഡ്, നോട്ട് ജസ്റ്റ് എ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നല്ലൊരു ബ്രാൻഡ് ഉണ്ടാവുമ്പോഴാണ് ലോങ് ടൈമിലേക്ക് ആ ബിസിനസ്സിന് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുക. കാരണം ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഫീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ബ്രാൻഡ് എന്ന് പറയുന്നതിന് ആൾക്കാരുമായി ഇമോഷണലി കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിള് ആപ്പിൾ ആണ്. സ്റ്റീവ് ജോബ്സ് എന്നുള്ളൊരു മനുഷ്യൻ, ഒരു മാർക്കറ്റിംഗ് ജീനിയസ് ബിൽഡ് ചെയ്ത് വെച്ച ബ്രാൻഡിന്റെ പുറത്താണ് അല്ലെങ്കിൽ എഞ്ചിന്റെ പുറത്താണ് ആപ്പിൾ ഇപ്പോഴും ഓടുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെൽ ഇമോഷൻസ് നോട്ട് ഫീച്ചേഴ്സ് എന്നതാണ്. ആദ്യത്തെ പോയിന്റുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് തന്നെയാണിത്. ആൾക്കാരിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഫീച്ചർ എത്തിക്കുന്നതിനേക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ ബ്രാൻഡിന്റെ വാല്യൂസ് എത്തിക്കുക. നിങ്ങളുടെ ബ്രാൻഡ് എന്തിനു വേണ്ടിയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് അവരെ അറിയിക്കുക. നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നതിലൂടെ വലിയൊരു മൂവ്മെന്റിന്റെ ഭാഗമാണ് അവരാകുന്നത് എന്ന് അവരെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കുക. മൂന്നാമത്തെ പോയിന്റ് ഡെയർ ടു ബി ബോൾഡ് എന്നതാണ്. ക്രിയേറ്റീവ് റിസ്കുകൾ എടുക്കാനുള്ള ധൈര്യം കാണിക്കുക. നൈക്കിയുടെ ഈ ക്യാമ്പയിൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുന്ന ക്യാമ്പയിൻസ് തുടങ്ങിയത്, അതിന് ഇൻസ്പിറേഷണൽ ആയത് വളരെ അസാധാരണമായ ഒരു സ്ഥലത്ത് നിന്നാണ്. ഇറ്റ്സ് അൺയൂഷ്വൽ, ബോൾഡ് ആൻഡ് റോ അല്ലേ? അപ്പൊ ബോൾഡ് ആയിട്ടുള്ള റിസ്കുകൾ എടുക്കുക. ഇങ്ങനെയുള്ള റിസ്കുകളാണ് കോൺവെർസേഷൻസ് ഉണ്ടാക്കുന്നത്. ആൻഡ് കോൺവെർസേഷൻസ് ആണ് ബ്രാൻഡ് പവർ ബിൽഡ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞതല്ലാതെ ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുന്ന ക്യാമ്പയിനിൽ നിന്നും മറ്റെന്തെങ്കിലും പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടോ എന്ന് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കുക. ആൻഡ് ബിസിനസ് സ്റ്റോറീസിനെ ഇഷ്ടപ്പെടുന്ന, ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ബിസിനസ് സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ബി പാർട്ട് ഓഫ് ദ ട്രൈബ്.